ടെക്സ്റ്റിൽ നമുക്ക് കുറച്ച് എഫക്ട്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ഈ ടെക്സ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഞാൻ എഫക്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ഈ എഫക്ട്സ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതിപ്പോൾ എന്താണ്, ഫുൾ ഒരു ഗ്രൂപ്പ് അല്ലേ. ഷിഫ്റ്റും ഇതും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ സെലക്ട് ആവും. കളർ ഏതെങ്കിലും ഒരു കളർ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തു. ഇതിൻ്റെ അകത്ത് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യാം. ഷാഡോ ആഡ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം നമ്മൾ ഫോട്ടോഷോപ്പിൽ ഷാഡോ ആഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോളിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഷാഡോയുടെ കൺട്രോളിലല്ല, അതിൽ പിടിച്ചിങ്ങനെ ഒരു വട്ടത്തിൽ പിടിച്ചിങ്ങനെ കറക്കുമ്പോൾ അത് കറങ്ങും. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇതിലങ്ങനെയല്ല. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ഈ ഒരു ഷാഡോയെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഷാഡോയെ മൊത്തത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ടോ, എവിടെയാണ് ഷാഡോ വേണ്ടത് ആ ഭാഗത്തോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇൻറ്റൻസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് ഇൻറ്റൻസിറ്റി ഇങ്ങനെ കുറയ്ക്കാം. ഇൻറ്റൻസിറ്റി മാക്സിമം ആക്കണമെങ്കിൽ കണ്ടോ, മാക്സിമം ഇൻറ്റൻസിറ്റി നമുക്കിവിടെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അപ്പോൾ എവിടെയാണ് ഷാഡോ, ഇതാ ഇതിൻ്റെ അകത്ത് ഷാഡോ. അതിൻ്റെ അത് ഷോർട്ട് കട്ടായിട്ടില്ല, ഷാഡോ പോയി എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഷാഡോയുടെ ഇൻറ്റൻസിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്, ആ ഒരു ഇത് ട്രാൻസ്പാരൻസി കുറഞ്ഞും ട്രാൻസ്പാരൻസി കൂടിയും വരും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഉള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഷാഡോ ആണെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ഉണ്ട്, ഫ്ലാറ്റ്, ടോപ്പ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഷാഡോ പിടിച്ചോളും. ഫ്ലാറ്റ്, ടോപ്പ്, ബോട്ടം റൈറ്റ്, അതേപോലെ ഫ്ലാറ്റ്, ബോട്ടം ലെഫ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയില്ല. നമുക്കതിനെ വീണ്ടും ട്വീക്ക് ചെയ്യാം. ഇതാ നീക്കി നമുക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ ഇത് കണ്ടോ, രണ്ട് ടൈപ്പ് ഓഫ് ഷാഡോ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഷാഡോ, അതാണ് നമ്മളിപ്പോൾ നോർമലി കാണുന്ന ഷാഡോ. രണ്ടാമത്തത് ഇന്നർ ഷാഡോ ടൂൾ. ഇന്നർ ഷാഡോ ടൂൾ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച് നോക്കുക. അതാ കുറച്ചും കൂടെ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ഒരു 3D എഫക്റ്റ്, 3D അല്ല, ഒരു ബെവൽ, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇത് കറക്റ്റ് എന്ത് പറയാം, ഒരു ഡ്രോപ്പ് ഷാഡോ എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും അല്ലേ. ഡ്രോപ്പ് ഷാഡോയോ ബെവലോ അതും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ്, ബെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ട് മൂവ് ചെയ്യുക. കണ്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഷാഡോ ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ഡ്രോപ്പ് ഷാഡോയും ഒന്ന് ഇന്നർ ഷാഡോയും. ഞാൻ ആ ഫോട്ടോഷോപ്പിലെ കൺസെപ്റ്റിൽ പറഞ്ഞതേ ഉള്ളൂ, രണ്ടും സെയിം തന്നെയാണ്. മീൻസ് ഇത് ഡ്രോപ്പ് ഷാഡോയും കണ്ടോ, ഇത് ഡ്രോപ്പ് ഷാഡോ, ഇത് പക്ക നമ്മൾ പിടിച്ചാൽ കറക്റ്റായിട്ട് കിട്ടും കണ്ടോ. അതേപോലെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു, ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ വയ്ക്കുന്നു, ഒരു ഗ്രേ കളർ കൊടുക്കുന്നു, ഷിഫ്റ്റ് പേജ് ഡൗൺ. നോക്കിയേ, നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. അതേപോലെ ഇനി ഇതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഷാഡോ ടൂൾ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതി മാറ്റിക്കോ. ഇതാ കണ്ടോ. അപ്പം എന്താണ്, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതിലൊരു കോംപ്രമൈസ് ഇല്ല. എത്ര ക്വാളിറ്റി നമ്മൾ ഫോട്ടോഷോപ്പിലും ഇല്ലുസ്ട്രേറ്ററിൽ അച്ചീവ് ചെയ്യുന്നുണ്ടോ, ഫോട്ടോഷോപ്പിൽ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട, ഇല്ലുസ്ട്രേറ്ററായിട്ട് ആണ് ഇതിന് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലുസ്ട്രേറ്ററിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഷാഡോ ഉണ്ടല്ലോ നമുക്ക് കണ്ടോ, ഈ ഷാഡോയെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമുക്ക് ഷാഡോയെ ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും നടക്കില്ല. നമുക്ക് എത്ര ഭാഗത്ത് വേണമെങ്കിലും കൊണ്ടുപോകാം, പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ബ്രേക്ക് ഡ്രോപ്പ് ഷാഡോ എപ്പാർട്ട്, അല്ലെങ്കിൽ കൺട്രോൾ കെ. ബ്രേക്ക് ചെയ്യാൻ എപ്പോഴും കൺട്രോൾ കെ ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, എനിക്കിത് ഇഷ്ടമുള്ള പോലെ ഡ്രാഗ് ചെയ്തിട്ട് ഇതാ കണ്ടോ, എവിടെ വേണമെങ്കിലും എനിക്ക് വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ അത് അതിൻ്റെ ഇഷ്ടത്തിനല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാം. കണ്ടോ, മൊത്തം മാറിയണ്ട. ഇനി ബ്രേക്ക് ചെയ്ത ഷാഡോയെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഷാഡോ നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഷാഡോ നമ്മൾ ഫൈനലൈസ് ചെയ്യുക. ഇതിൽ മാത്രമല്ല, നമുക്കൊരു ഒബ്ജക്റ്റിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റാർ ടൂൾ വരച്ച്, സ്റ്റാർ ടൂളിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്തിട്ട് ഞാൻ സ്വല്പം ഒന്ന് വലുതാക്കി, എന്നിട്ട് ഇതാ ഇതിൻ്റെ അകത്ത് ഷാഡോ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു കണ്ടോ. അപ്പോൾ ഈ ഷാഡോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഏത് ഷാഡോ ആയത്, ഡ്രോപ്പ് ഷാഡോ. ഇനി ഇന്നർ ഷാഡോ ആകുമ്പം ഇതാണ്ടോ, അതിൻ്റെ അകത്തായിരിക്കും ആ ഒരു ഫീല് വരുന്നത്. കണ്ടോ, ആ ഒരു ഡെപ്ത് അകത്ത് കയറി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ രണ്ട് ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ രണ്ട് ഷാഡോ വേണം. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ഷാഡോ ഉണ്ട്. ഇത് ഏതാണ്, പിന്നെ അപ്പോൾ നമുക്കൊരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ C Ctrl V ഒരു കോപ്പി എടുത്ത് വെച്ച് വയ്ക്കുക. എന്നിട്ട്
വേണമെങ്കിൽ ഒരു കോപ്പി കൂടെ എടുക്കാം. ഇത് നമുക്ക് ഫൈനൽ എന്ന് പറയാം. ഇതിൻ്റെ അകത്ത് രണ്ടിലും നമുക്ക് ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇത് സാധാരണ ഷാഡോ അല്ലേ, നോർമൽ ഷാഡോ. നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഷാഡോ എടുക്കുന്നു. ഷാഡോയ്ക്കകത്ത് നമ്മൾ ഇന്നർ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം മൂവ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്തൊരു ഇന്നർ ഷാഡോ വന്നു. നോക്കിയേ, ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ഷാഡോ നമുക്ക് ഇതാ ട്വീക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 ഷാഡോ ആയോ? ആയി. നമുക്കിനി ഈ 2 ഷാഡോയും ബ്രേക്ക് ചെയ്യാം. ഇവിടെ വരുന്നു, റൈറ്റ് ക്ലിക്ക്, ബ്രേക്ക്, ഡ്രോപ്പ് ഷാഡോ എപ്പാർട്ട്. അപ്പോൾ ഡ്രോപ്പ് ഷാഡോ ഇനി കട്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യണേ. പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുമ്പം ഈ ഡ്രോപ്പ് ഷാഡോ ഇനി കട്ട് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ഷാഡോ വന്നു ഇല്ലേ. അപ്പോൾ ഇനി ഏത് ഷാഡോ വേണ്ടത്? എനിക്ക് ഇന്നർ ഷാഡോ ബ്രേക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക്, ആദ്യം വേണമെങ്കിൽ കൺവേർട്ട് കർവ്സ് ആക്കിയിട്ട്, സോറി, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്രേക്ക് ഇന്നർ ഷാഡോ എപ്പാർട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കൺട്രോൾ കെ അടിച്ചാലും മതി കേട്ടോ, അങ്ങനെ നിർബന്ധമില്ല. കൺട്രോൾ കെ അടിച്ചാലും മതി. ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ആ ഷാഡോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ ഇത് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഷാഡോയാണ്, അതാണ് അത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എടുത്തിട്ട് ഇതിൻ്റെ പുറകിൽ ഇട്ട് കൊടുത്താൽ പോരെ. ഇപ്പോൾ രണ്ടും ആയില്ലേ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഐഡിയ വേണം, ഐഡിയ നിങ്ങൾ നോക്കണം, എന്തിൽ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഷാഡോ ഉണ്ട്, മനസ്സിലായ സംഭവം. മറ്റേതാണെങ്കിൽ ഫോട്ടോഷോപ്പിൽ ഇതേപോലെ കൊടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇത്രയും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഷാഡോയും ഉണ്ട്. ഇനി എനിക്ക് ഇതിൻ്റെ അകത്തൊരു കോണ്ടാക്ട് ഷാഡോ വേണം എന്ന് വിചാരിക്കുക. കോണ്ടാക്ട് ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കോണ്ടാക്ട് ഷാഡോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഷാഡോ എൻ്റെ ഉണ്ടല്ലോ, കൺട്രോൾ സി കൺട്രോൾ വി ഞാൻ മൂവ് ചെയ്ത് ഇവിടെ വെച്ചേ. എന്നിട്ട് ഇതിനെ ഞാൻ മൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കോണ്ടാക്ട് ഷാഡോയും കൂടെ കിട്ടും. പക്ഷേ ഇതല്ല ആക്ച്വലി ഇതിൻ്റെ കോണ്ടാക്ട് ഷാഡോ അല്ലേ. കോണ്ടാക്ട് ഷാഡോയ്ക്ക് നമുക്ക് എപ്പോഴും എന്തായിരിക്കണം, ഒരു എലിപ്സ് ആയിരിക്കണം. എലിപ്സിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം അല്ലേ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് അങ്ങ് റിമൂവ് ആവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നല്ലവണ്ണം ചപ്പിച്ചിട്ട് ഇവിടെ വയ്ക്കുക. കൺട്രോൾ പേജ് ഡൗൺ, ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, പേജ് ഡൗൺ, കൺട്രോൾ പേജ് ഡൗൺ. ഓക്കെ ആയല്ലോ. പക്ഷേ ഇത് ഒരു കറക്റ്റ് ഫീൽ വന്നോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക, എഫക്ട്സിൻ്റെ അകത്ത് സാധാരണ നമ്മൾ എഫക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലറിൻ്റെ അകത്ത് ഏത് ബ്ലർ കൊടുക്കാം, ഗോസിൻ ബ്ലർ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് സെയിം തന്നെയാണ് ചെയ്യുന്നത്. എഫക്റ്റ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഗോസിൻ ബ്ലർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് മൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്താൽ കുറച്ചും കൂടെ ബാക്കിയെല്ലാം നമ്മൾ ഇലിസ്ട്രേറ്ററിൽ ചെയ്ത അതേ പരിപാടികൾ തന്നെയാണ്. മൂവ് ചെയ്തിട്ട് നമുക്ക് എത്രയും ഭാഗത്ത് വയ്ക്കണം അത്രയും ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അതിന് ഇൻറ്റൻസിറ്റിയൊക്കെ കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഇൻറ്റൻസിറ്റി വേണമെങ്കിലും ഒപ്പാസിറ്റി വഴി കുറയ്ക്കാം, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത്രയും പിടികിട്ടിയ സംഭവം. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 2 ഷാഡോ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ കാണിച്ചു തരാം, ഞാൻ ടെക്സ്റ്റിൽ കാണിച്ചു തരാം ഇനി. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തു, ഒരു ഷാഡോ ഒന്ന് ടൈപ്പ് ചെയ്താൽ ഞാൻ ഷാഡോയിൽ സെലക്ട് ചെയ്തു. ഷാഡോയ്ക്കകത്തൊരു കളർ കൊടുത്തു. ഇതിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അറിയാമല്ലോ, പല രീതിയിലുള്ള ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് കയറാം. ഞാൻ ഈ ഒരു ഷാഡോയെ ഒരു കോപ്പി എടുത്തു, കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്ത് ഇവിടെ വെച്ചു. കൺട്രോൾ സി കൺട്രോൾ വി ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരണം. വേറെ ഈസി ആയിട്ടുള്ള മാർഗ്ഗം ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ അത് ഷാഡോ എടുത്തു. ഷാഡോയെ ഞാൻ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു കൊടുത്തു. ഇപ്പോൾ ഏത് ഷാഡോയാ? ഇന്നർ ഷാഡോയാണ്. ഡെപ്ത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് ഡെപ്ത്ത് കൂട്ടാം, ഡെപ്ത്ത് കുറയ്ക്കണമെങ്കിൽ എനിക്ക് ഡെപ്ത്ത് കുറയ്ക്കാം. കണ്ടല്ലോ, അതേപോലെ അത് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ഉണ്ട്, മിഡിലിൽ വേണോ അല്ല ഔട്ട്സൈഡ് ഷാഡോ ആണോ. കണ്ടോ, മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ലീനിയർ ആണോ, സ്ക്വാഡ് ആണോ, ഫ്ലാറ്റ് ആണോ, അങ്ങനെ ഷാഡോയുടെ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത് തന്നെ മതി. അപ്പോൾ ഞാൻ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു തിക്നെസ് ഞാൻ സ്വല്പം കൂടെ ഒന്ന് കൂട്ടി. ഓക്കെ, എനിക്കിത് ഇനഫാണ്, മതി. ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഷാഡോയ്ക്കകത്ത് നിന്ന് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഈ ഷാഡോയ്ക്കകത്ത് നിന്ന് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഒരു സാധാരണ ഡ്രോപ്പ് ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതാണ് എന്താണ് ഡ്രോപ്പ് ഷാഡോ ടൂള്. ഡ്രോപ്പ് ഷാഡോ ഡ്രാഗ് ചെയ്തിട്ട് ഈ പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കും. ഓക്കെ, ദെൻ കൺട്രോൾ കെ, ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്രേക്ക് ആയിക്കോളും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്കായി. ഇനി നമുക്കിത് വേണ്ടല്ലോ, ഡിലീറ്റ് ചെയ്യുക. ഈ ഷാഡോയെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വെച്ച് കൊടുത്തു. എത്രത്തോളം നിങ്ങൾക്ക് മൂവ് ചെയ്യണം കണ്ട, ആ ഒരു ഡെപ്ത് കണ്ടല്ലോ, നമുക്ക് എത്രയും ഡെപ്തിൽ നമുക്ക് പിടിക്കാം. ഇനി നമുക്ക് ഈ ഷാഡോ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇത് നമുക്ക് സ്ട്രോക്കായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ഫില്ലിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് കളഞ്ഞു.
എന്നിട്ട് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു സ്ട്രോക്ക് ആക്കി. എന്നിട്ട് വേണമെങ്കിൽ ഇതിനെ സ്ട്രോക്ക് ആയിട്ട് ഉപയോഗിക്കാം. മനസ്സിലായാ? അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം. കൺട്രോൾ പേജ് ഡൗൺ. അപ്പോൾ അപ്പുറത്ത് പോയി. പിടികിട്ടിയ സംഭവം. അപ്പോൾ ഷാഡോയ്ക്കകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതുപോലെ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന കോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേണമെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന എഫക്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അത്ര ഡെപ്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഷാഡോ മനസ്സിലായല്ലോ. ഷാഡോ ടൂൾ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നത് ബ്ലെൻഡ്. നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ബ്ലെൻഡ് എന്ന്. എന്താണ് ബ്ലെൻഡ്? വാട്ട് ഈസ് ബ്ലെൻഡ്? നമ്മൾ ഇല്ലുസ്ട്രേറ്ററിൽ നോക്കിയിട്ടുള്ളതാണ് ബ്ലെൻഡ്. ഓർമ്മ? ഞാൻ ഡിലീറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലെൻഡ് കുറച്ചും കൂടെ എന്താണ്, നമ്മുടെ കൺട്രോളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലെൻഡ്. ഒരു റെക്റ്റാങ്കിൾ ടൂൾ വരച്ചു, അതിൻ്റെ അകത്ത് ഞാനൊരു കളർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ കളർ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കളഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എടുക്കാം. സ്റ്റാർ എടുത്ത് വരച്ചു. സ്റ്റാറിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ കളറിനെയും കളഞ്ഞു. ഓക്കെ, ബ്ലെൻഡ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ ആ ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക, ഒറ്റ ഡ്രാഗ്, സംഭവം ബ്ലെൻഡായി. കണ്ടോ? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ നമ്പർ തീരുമാനിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു വട്ടം കൂടെ ബ്ലെൻഡ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്താലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. കണ്ടോ? പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്പേഴ്സ് കുറവല്ലേ അല്ലേ? അപ്പോൾ നമ്പേഴ്സ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ 50 ആക്കുക. കൂടിയോ? ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ 60 ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കറക്കാം. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം എനിക്ക് 180 ആണെങ്കിൽ 180 ആക്കുക, 360 ഡിഗ്രി ആണെങ്കിൽ 360 ഡിഗ്രി ആക്കുക. ഓക്കെ, 360 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് അതിനെ കറക്കി റൊട്ടേറ്റ് ചെയ്തെടുക്കാം. സംഭവം പിടികിട്ടി എന്താണെന്ന്. ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ബ്ലെൻഡ് എന്ന് പറയുന്ന സംഭവം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടെക്സ്റ്റിലാണ് ചെയ്യണമെന്ന് വെച്ചോ, എ എന്ന് ടൈപ്പ് ചെയ്തു. ഇതിനെ നമുക്ക് വേറൊരു ഒബ്ജക്റ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അതിന് ഞാനൊരു കളർ കൊടുത്തു. എന്നിട്ട് അല്ലെങ്കിൽ ടൈപ്പ് തന്നെ കൊടുക്കാമേ, അനിമേഷൻ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്തേ, ഇതൊരു കളർ. എന്നിട്ട് Ctrl+C Ctrl+V മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചു. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കളർ തന്നെ ഇതിൽ കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഒരു ഫീൽ വരില്ല. ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു കളറിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടെ നിന്ന് എവിടെയാണ് വെക്കേണ്ടത് ആ പൊസിഷനിലേക്ക് ഇതിനെ മൂവ് ചെയ്ത് വയ്ക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ബാക്കിലാണോ ഫ്രണ്ടിലാണോ? ബാക്കിലല്ലേ. അപ്പം ഷിഫ്റ്റ് പേജ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഷിഫ്റ്റ് പേജ് അപ്പ് ആക്കി കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ വരും. കണ്ടല്ലോ? അപ്പോൾ ഇത് വലുതും ഇത് ചെറുതും. അപ്പം നമ്മൾ സ്വല്പം കൂടെ നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് അങ്ങ് ചെറുതാക്കി. രണ്ടും കൂടെ സെലക്ട് ചെയ്ത് വെച്ചു. രണ്ടും പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടും സെലക്ട് ചെയ്യുക. ഇത് ലോക്ക് ആക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ലോക്ക് ആക്കുന്നില്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം. രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ബ്ലെൻഡ്. കണ്ടോ? ഇപ്പോൾ ബ്ലെൻഡായി. പക്ഷേ ആ ഒരു ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ട്. ഞാനത് 50 ആക്കിയാൽ കണ്ടോ? അപ്പോൾ എങ്ങനെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നു എന്നതിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ സ്വല്പം കൂടെ മുകളിൽ പ്ലേസ് ചെയ്താലോ, എന്നിട്ട് സ്വല്പം കൂടെ ഇതിനെ വലുതാക്കിയാലോ, ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ സ്വല്പം കൂടെ ഇങ്ങനെ ആക്കിയ ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുക. ഒരെണ്ണം ബ്ലെൻഡ്, അടുത്തതിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ 5 എന്നുള്ളതിനെ ഞാൻ 360 ആക്കി കൊടുക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് സംഭവം കിട്ടും. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് തിരിച്ച് വെച്ച് നോക്കാം. ഷിഫ്റ്റ് പേജ് ഡൗൺ തിരിച്ചിട്ട് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് സ്വല്പം കൂടെ നല്ലവണ്ണം സ്കെയിൽ ചെയ്ത് അങ്ങ് ബാക്കിൽ കൊണ്ടുപോകാം. ഓക്കെ, ഇനി ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്യാം. സോ ഇതിൽ സെലക്ട് ചെയ്യുക, ബ്ലെൻഡ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആയല്ലോ. ഇനി നമുക്ക് എത്ര കൊടുക്കാം? ഒരു 360 ഡിഗ്രി കൊടുക്കാം. കണ്ടോ? അപ്പോൾ ആ ഒരു കേർവിൽ അതങ്ങനെ പോയി. മനസ്സിലായ സംഭവം? നമ്മൾ എങ്ങനെ കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും അത് മൂവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മണ്ടത്തനം കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ എടുക്കുക. Ctrl+C Ctrl+V സെയിം ഇല്ലുസ്ട്രേറ്ററിൽ ചെയ്ത അതേ പരിപാടിയാണ്. ബ്ലെൻഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക, കോപ്പി, ഞാനൊരു 500 എന്തെങ്കിലും കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ,
ഇതിൻ്റെ കളർ ഞാനങ്ങ് മാറ്റുകയാണ്, വൈറ്റ് ആക്കുന്നു, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീൽ അവിടെ കിട്ടും. നോക്കിയേ, ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിലായ സംഭവം, പിടികിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണം കൊടുക്കാം, ഞാൻ ഇത് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഏതാണ് നിങ്ങളുടെ കളറ്, ആ ഒരു കളറിലേക്ക് അതിന് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ എറിച്ചിരിക്കും, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കൊടുത്തത്. ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു നേരത്തെ പഠിച്ചത്, Ctrl+C Ctrl+V, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ഷാഡോ കൊടുക്കാം. ഷാഡോയ്ക്ക് അത് ആദ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നർ ഷാഡോ കൊടുക്കാം. അത് കുറച്ച് കടുത്തുപോയി, സ്വല്പം കൂടെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ഫെദറൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഒരുപാട് ഫെദർ ചെയ്യണ്ട, സ്വല്പം ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് നമുക്ക് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഷാഡോയുടെ ഓഫ്സെറ്റും കണ്ടോ, ഷാഡോയുടെ ഓഫ്സെറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റിലേക്ക് വരിക. ആ പ്രീസെറ്റിൽ നിങ്ങൾക്ക് ഏതാണ് അത് വെച്ചിട്ട് പിന്നെ ട്വീക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇതൊക്കെ പക്കയല്ലേ സംഭവം, കണ്ടോ. നമ്മൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ് ഇത്രയും. വീണ്ടും സെലക്ട് ചെയ്യുക, ടോപ്പിലാണെങ്കിൽ ടോപ്പിൽ ഇതിനെ പിടിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൂവ് ചെയ്ത് വെച്ചിട്ട് എനിക്കിപ്പോൾ തൽക്കാലം ഇത് മതി എന്ന് വിചാരിക്കണേ, ഇത് മതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം, ഒരു ഷാഡോ കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏത് ഷാഡോയാണ്, ഒരു ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുക. ഏതാണ്, ഡ്രോപ്പ് ഷാഡോ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചു, ഇതിൻ്റെ അകത്ത് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു, മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് സെലക്ട് ചെയ്യുക, Ctrl+K, കട്ടായി. ഇതിനെ ഞാൻ എടുത്ത് കളഞ്ഞു, ഇതിനെ മൂവ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു. മനസ്സിലായ സംഭവം. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളർ മാറ്റാൻ പറ്റുമോ, മാറ്റാമല്ലോ. ഇഷ്ടമുള്ള കളറിലേക്ക് നിങ്ങൾക്ക് അതിനെ ബ്ലെൻഡ് ചെയ്യാം. ഇനി ഞാനിതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യണേ, കാരണം എന്താണ്, രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇതും ഷാഡോയും കൂടെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് അങ്ങ് മാറ്റാം. രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, ഇത് സ്വല്പം കൂടെ അങ്ങ് മാറ്റാം. ഫുൾ സെലക്ട് ചെയ്യുന്നു, Ctrl+G ഫോർ ഗ്രൂപ്പ്. ഇനി നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് നോക്കിയേ, അത് വന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എടുത്ത് അതിൻ്റെ പുറകിൽ വെച്ച് കൊടുത്താൽ മതി. Ctrl പേജ് ഡൗൺ. ഷാഡോ ഉണ്ടല്ലോ, ഇപ്പോൾ നോക്കിയേ, ഉണ്ടോ, ഷാഡോയും ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. സംഭവം പിടി കിട്ടിയാ, എന്ത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് കളറിലാണ് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടത്, ആ കളറിൽ നമ്മുടെ ആ ഒരു ഡ്രോപ്പ് ഷാഡോയും പിന്നെ ഏതാണ് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു ഷാഡോയും നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. കണ്ടോ. ഓക്കെ, ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ ബ്ലാക്ക് ആക്കി നോക്കുകയാണേ. ഏതിലാണ് ഫീല് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടുന്നത് ആ രീതിയിൽ നിങ്ങളതിനെ ട്വീക്ക് ചെയ്തെടുക്കുക. ഞാൻ തൽക്കാലം ഇപ്പോൾ ഗ്രേ തന്നെ കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോണ്ടാക്റ്റ് ഷാഡോയാണ്. ഏതാണ്, കോണ്ടാക്റ്റ് ഷാഡോ. ഓക്കെ, കോണ്ടാക്റ്റ് ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു, അല്ലെങ്കിൽ സ്ട്രൈറ്റ് വരച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് ഫില്ല് ചെയ്യുക. എന്നിട്ട് എഫക്ട്സിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. ഫുൾ അങ്ങ് ഇതാക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, ഇതിനെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതൊരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മൾ അതിന് ട്രാൻസ്പാരൻസി പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനനുസൃതമായിട്ട് മാത്രം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സ്വല്പം കൂടെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ കണ്ടോ ട്രാൻസ്പാരൻസി അവിടെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഇവിടെ ഒരു കളർ കൊടുക്കാം. ഓക്കെ, വീണ്ടും നമ്മൾ ഇതിനെ സ്വല്പം കൂടെ ഇത് മാറ്റിയിട്ട് ഈ ഒരു ഷാഡോ ഉണ്ടല്ലോ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത്രയും ഷാഡോ ഉണ്ടെങ്കിൽ അത്രയും ഷാഡോ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക.